വെൽക്കം, തഹ്മാനാണ്. നർവ് സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ മെനിഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയാം. മെനിഞ്ചസ് എന്താ? മെനിഞ്ചസ് ഇസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ മാത്രമല്ല, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന കവറിംഗ് ആണ്. ഇപ്പോൾ CNSന്റെ രണ്ടിന്റെയും കൂടി കവറിംഗ് ആണ് ഈ മെനിഞ്ചസ്. ഇതാണ് മെനിഞ്ചസിന്റെ ജോലി. സോ നമ്മുടെ സെൻട്രൽ നർവ് സിസ്റ്റത്തിലെ ബ്രെയിൻ ആയാലും സ്പൈനൽ കോഡ് ആയാലും ഇത് ബ്രെയിൻ ആണ്, ആൻഡ് ദിസ് ഈസ് സ്പൈനൽ കോഡ്. ഇത് രണ്ടായാലും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. സോ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വിവിധ മാർഗങ്ങൾ നമ്മുടെ ശരീരം അവലംബിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ബോണി കവറിംഗ് ആണ്. ബോണി കവറിംഗ്, എല്ല് കൊണ്ടുള്ള കവറിംഗ് ആണ്, എല്ലും കൂടാരമാണ്. ഹാർഡ് ആൻഡ് ടഫ് കവറിംഗ്. സോ ബ്രെയിന് ചുറ്റും ക്രേനിയം, സ്കള്ളൊക്കെ ഉണ്ട്. സോ ഇത് ക്രേനിയം ആണ്. സോ ദിസ് ഈസ് ക്രേനിയം. ആൻഡ് ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ അതിന് ചുറ്റും വെർട്ടിബ്രൽ കോളം ഉണ്ട്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലാണെന്ന് പറയാം. സോ ഓൾ ദീസ് ആർ ബോണി കവറിംഗ് ഓർ ബോണി കേജസ് ആണ്. ബോണി കേജസിനകത്താണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത്ര പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്, സംരക്ഷണ കവചങ്ങളാണ്. സോ ഇതാണ് ഒരു കവറിംഗ്. ഇനി രണ്ടാമത്തെ കവറിംഗ്, ഈ കവറിംഗ് ബോണി കവറിംഗിന്റെയും ബ്രെയിനാണല്ലോ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെയും എല്ലും കൂടാരത്തിന്റെയും ഇടയിൽ നടുക്ക് വെച്ചിരിക്കുക. സോ ഇത് മെംബ്രേനിയസ് കവറിംഗ് ആണ്. അപ്പൊ രണ്ടാമത്തത് മെംബ്രേനിയസ് കവറിംഗ്സ് ആണ്. ഒരു 3 ലെയർ ഉള്ള കവറിംഗ് ആണ്. ആൻഡ് ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മെനിഞ്ചസ് എന്ന് പറയാം. സോ മെനിഞ്ചസ് എന്ന് വെച്ചാൽ ഈ പിങ്ക് കളറിൽ കാണുന്നതാണ്. ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഇവിടം വരെയുള്ള ഈ സംഭവമാണ് മെനിഞ്ചസ് എന്ന് പറയും. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് കവറിംഗ്. ഇനി ഇതല്ലാതെ ബ്രെയിനെ വേറെ രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വഴി സംരക്ഷണമുണ്ട്. ദെൻ നാലാമത് ബ്ലഡിൽ നിന്ന് ഒന്നും ബ്രെയിനിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. സോ ഇതെല്ലാം സംരക്ഷണ കവറിംഗ് ആണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ മെനിഞ്ചസിനെ കുറിച്ചിട്ട് മാത്രമാണ്, മെംബ്രേനിയസ് കവറിംഗിനെ കുറിച്ചാണ്. ഈ പിങ്ക് സംഭവം ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. മെനിഞ്ചസ് എന്നാൽ 3 ലെയർ ഉള്ള 3 ലെയർഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 ലെയർഡ് ഉള്ള ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന മെംബ്രേനിയസ് കവറിംഗ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇതിൽ ഏറ്റവും പുറമേയുള്ള ലെയർ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും 3 ലെയർ വരയ്ക്കുകയാണെങ്കിൽ 3 ലെയർ ആയിട്ട് തന്നെ വരയ്ക്കാം. ഏറ്റവും മുകളിൽ ഉള്ള ലെയറിനെ നമ്മൾ ഡ്യൂറ മാറ്റർ എന്നാണ് വിളിക്കുക. ഡ്യൂറ മാറ്റർ. മാറ്ററിന്റെ സ്പെല്ലിംഗ് നോക്കുക. മാറ്റർ MATT ഇല്ല, MATR. മാറ്റർ വെച്ചാൽ മദർ എന്നാണ് അർത്ഥം. ആൻഡ് ഡ്യൂറ. ആൻഡ് ഇതിന്റെ വേറൊരു പേര് കൂടിയുണ്ട്. അതിനെ നമ്മൾ പാക്കിമെനിങ്സ് എന്നും വിളിക്കാറുണ്ട്. പാക്കിമെനിങ്സ്. ദെൻ ഇതിന്റെ ഉള്ളിലുള്ള ലെയർ, അടുത്ത ലെയറിനെ നമ്മൾ അരക്നോയിഡ് മാറ്റർ എന്നാണ് വിളിക്കുക. അരക്നോയിഡ് മാറ്റർ ആണ്. ഇത് M മാത്രം മതി. ആൻഡ് ഏറ്റവും ഉള്ളിലെ ലെയറിനെ നമ്മൾ പിയ മാറ്റർ എന്നാണ് വിളിക്കുക. 3 ലെയേഴ്സ് ആണ്. ആൻഡ് ഈ രണ്ടാമത്തെ മൂന്നാമത്തേനും കൂടി ചേർത്തിട്ട് നമ്മൾ ലെപ്റ്റോമെനിഞ്ചസ് എന്നും വിളിക്കാറുണ്ട്. ലെപ്റ്റോമെനിഞ്ചൈറ്റിസ് നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഈ കവറിങ്സ് ഇത് ബ്രെയിനിലുണ്ട്, സ്പൈനൽ കോഡിലുണ്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് ബ്രെയിനിലുള്ള ലെയറിന്റെ തുടർച്ച തന്നെയാണ് ഈ സ്പൈനൽ കോഡിലേക്കും പോകുന്നത്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലെയർ ആണ്. ആൻഡ് ബ്രെയിനിൽ ഇത് ഇവിടെ പിടിച്ച് ബ്രെയിൻ തീരെയാണ്. ഞാൻ സ്പൈനൽ കോഡ് വളരെ ചെറുതായിട്ടാണ് വരച്ചിട്ടുള്ളൂ. ആൻഡ് ഇവിടെയുള്ള മറ്റേ ഫൊറാമൻ മാഗ്നം അതുവഴി താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് പോവുക. ആൻഡ് സ്പൈനൽ കോഡിലും 3 ലെയർ തന്നെയാണുള്ളത്. ഡ്യൂറ മാറ്റർ ഉണ്ട്, അരക്നോയിഡ് മാറ്റർ ഉണ്ട്, പാമാറ്റർ ഉണ്ട്. 3 ലെയർ ഒക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എവിടെയൊക്കെ കണ്ടേക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറ്റി പറയാം. ഔട്ടർ മോസ്റ്റിന്റെ പേര് നമ്മൾ പറഞ്ഞത് ഡ്യൂറ മാറ്റർ ആണ്. മാറ്റർ ഞാൻ എഴുതുന്നില്ല. ആൻഡ് ഡ്യൂറ മീൻസ് ഹാർഡ്, ടഫ് എന്നൊക്കെയാണ് അർത്ഥം. ഡ്യൂറ അല്ലെ, ഡ്യൂറബിൾ, വിത്ത് സ്റ്റാൻഡിങ് ആണല്ലോ. ദെൻ ഈ സ്പൈനൽ കോഡിന്റെ വെർട്ടിബ്രൽ ലെയറിന്റെയും അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെയും ദെൻ ക്രേനിയത്തിന്റെയും ബോണി ലെയർ. സോ ദിസ് ബോണി ലെയർ. ഇതാണ് ഈ ബോണി ലെയർ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ബോണി ലെയറിന്റെ തൊട്ടടിയിലുള്ള ഈ ലെയർ ആണ്, ഈ നീല കളറിൽ കാണുന്ന ലെയർ ആണ് ഞാൻ ഈ പറയുന്ന ഡ്യൂറ മാറ്റർ എന്ന് പറയും. ആൻഡ് ഇത് ഞാൻ വരച്ചിരിക്കുന്ന നോക്കി തന്നെ കണ്ടറിയാൻ നിങ്ങൾക്ക് അറിയാം. ഇത് ഒറ്റ ലെയർ ആയിട്ടല്ല വരച്ചിരിക്കുന്നത്, 2 ലെയർ ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് 2 ലെയർ ചേർന്നിട്ടുള്ള ഒറ്റ ഒരു ലെയർ ആണ്. 2 ലെയർ ഉണ്ട്. ആൻഡ് ഇതിന്റെ ഏറ്റവും പുറം ഭാഗം ഔട്ടർ പെരിയോസ്റ്റിയൽ ലെയർ ആണ്. പെരിയോസ്റ്റിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓസ്റ്റിയം മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബോൺ അല്ലെ. ബോണുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് പെരിയോസ്റ്റിയൽ, എല്ലുമായിട്ട് കൂടി ചേർന്നിരിക്കുന്ന ലെയർ. സോ ദിസ് ലെയർ ഈസ് പെരിയോസ്റ്റിയൽ ലെയർ ആണ്. ആൻഡ് രണ്ടാമത്തെ ലെയർ മെനിഞ്ചിയൽ ലെയർ എന്നാണ് വിളിക്കുക. മെനിഞ്ചിയൽ ലെയർ. ആൻഡ് ദിസ് ഔട്ടർ മോസ്റ്റ് ലെയറിൽ വേറെ സം ആർട്ടറീസ് ഒക്കെ ഉണ്ട്, ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ കുറച്ച് ആർട്ടറീസ്, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ഈ ഡ്യൂറാമാറ്ററിന്റെ രണ്ടാമത്തെ ലെയർ ഇന്നർ മെനിഞ്ചിയൽ ലെയർ, ഇത് ഔട്ടർ ലെയർ പോലെയല്ല. ഔട്ടർ ലെയർ ഇങ്ങനെ നേരെ അങ്ങ് പോയിരിക്കും.
പൊരിക്കുകയാണ്. പക്ഷേ ഉള്ളിലെ ലെയർ ഇങ്ങനെ മാത്രമല്ല പൊരിക്കുക, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് പോയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അത് ബ്രെയിനിന്റെ ഉള്ളിലേക്ക് പല ഭാഗങ്ങളിലും ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതിനെ നമ്മൾ ഇൻഫോൾഡ്സ് എന്നാണ് പറയാം. ബ്രെയിനിന്റെ അകത്തേക്ക് ഇൻഫോൾഡ്സ് എന്ന് പറയും. സോ ഇങ്ങനെ ഇൻഫോൾഡിങ് മൂലം ബ്രെയിനിന്റെ അകത്ത് അല്ലെങ്കിൽ വേരിയസ് പാർട്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രെയിനകത്ത് ചില കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. സോ അതിനെ നമ്മൾ അപ്പോൾ വിളിക്കുക ബിക്കോസ് ഓഫ് ദിസ് ഡ്യൂറൽ പാർട്ടീഷൻസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഡ്യൂറൽ പാർട്ടീഷൻസ് ബിക്കോസ് ഓഫ് ദ ഇൻഫോൾഡ് ഓഫ് ഡ്യൂറ മാറ്റർ ഇൻ ബ്രെയിൻ. സോ വിവിധ ന്യൂറൽ പാർട്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ലെയറിലേക്ക് വരാം. ആദ്യത്തെ ഒരു പാർട്ടീഷൻ, പ്രധാനപ്പെട്ട ഒരു പാർട്ടീഷനാണ് ഫാൽക്സ് സെറിബ്രൈ എന്ന് പറയാം. ഫാൽക്സ് സെറിബ്രൈ. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം സെറിബ്രത്തിലാണ്, ബ്രെയിന്റെ മുകൾ ഭാഗത്ത്. ഇത് ബ്രെയിന്റെ മുകൾ ഭാഗത്താണെങ്കിൽ മുകൾ ഭാഗത്ത് സെറിബ്രത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് കയറി പോകുന്നതാണ് ഈ ഫാൽക്സ് സെറിബ്രൈ എന്ന പേര് പറയാം. സോ സെറിബ്രത്തിന് അപ്പോൾ ഇതിങ്ങനെ നടുവിലൂടെ കടക്കുന്നതുകൊണ്ട് ഇതാണ് ഫാൽക്സ് സെറിബ്രൈ. ഇത് സെറിബ്രത്തിന്റെ ഇടതുവശമായിട്ട് കൂട്ടിയാൽ ഈ സൈഡ് ഇങ്ങോട്ടേക്കുള്ളത് വലതുവശമാണ്. സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ പാർട്ടീഷൻ ഫാൽക്സ് സെറിബ്രൈ ആണ്. ഇനി രണ്ടാമത്തത് ടെൻറ്റോറിയം സെറിബെല്ലയാണ്. ടെൻറ്റോറിയം സെറിബെല്ല എന്ന് പറയുമ്പോൾ ഈ ഇൻഫോൾഡ് ആണ് ടെൻറ്റോറിയം സെറിബെല്ലൈ എന്ന് പറയാം. സോ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്കാണ് കിടക്കുക, ഇങ്ങോട്ടേക്ക് ഇത്തിരി തള്ളി നിൽക്കുക. സോ അതിപ്പോ നമുക്കിവിടെ ബ്രെയിന്റെ സെറിബ്രം മാത്രമേ ഈ ഭാഗത്ത് കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉള്ളിൽ അടിവശത്തായിട്ടാണ് സെറിബെല്ലം, ദെൻ മിഡ് ബ്രെയിൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ മിഡ് ബ്രെയിന്റെ ലോവർ പാർട്ടും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാണ്. സോ ഇതൊരു ടെന്റ് പോലെയുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ വിളിക്കുക ടെൻറ്റോറിയം സെറിബെല്ലൈ എന്ന് വിളിക്കുക. സോ സെറിബെല്ലം ആയിട്ട് ബന്ധമുണ്ട് അതിന്റെ അടുത്താണ്. ആൻഡ് മൂന്നാമത്തെ തേർഡ് ഇൻഫോൾഡ് നമ്മൾ ഫാൽക്സ് സെറിബെല്ലൈ എന്നാണ് വിളിക്കുക. ഫാൽക്സ് സെറിബെല്ലൈ. സോ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ഇവിടെയാണ് അത് സെറിബെല്ലൈ. ഇവിടെയാണല്ലോ സെറിബ്രം കഴിഞ്ഞ താഴത്താണ് സെറിബെല്ലം. സോ അവിടെ തമ്മിലുള്ള വിടവിലായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ടാണ് സെറിബെല്ലൈ എന്ന് പറയുക. സോ അതിന്റെ ഷേപ്പ് ഒരു സിക്കിൾ ഷേപ്ഡ് ആണ്, ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ഫാൽക്സ് സെറിബ്രയുടെ ഷേപ്പാണ്. ഇതും സിക്കിൾ ഷേപ്ഡ് ആയിരുന്നു. ആൻഡ് ഇനി നാലാമത്തത് ഏകദേശം ഇവിടെയാണ്. ഇവിടെ ഒരു സംഭവം ഉള്ളതിന് അതിനെ നമ്മൾ ഡയഫ്രാഗ്മ സെല്ല എന്നാണ് പറയാം. സോ ചെറിയ ഹൊറിസോണ്ടൽ ഫോൾഡ് ആണ്. പിറ്റ്യൂട്ടറി ഇരിക്കുന്ന സ്ഥലം നമുക്കറിയാം, ഇവിടെ ഇതിനകത്താണ് പിറ്റ്യൂട്ടറി ഇരിക്കുക. സെല്ല ട്യൂറിക്ക എന്ന് പറയുന്നത് അത് സ്ഫിനോയിഡ് ബോൺ അതിന്റെ ക്യാവിറ്റിയാണ്. സോ സ്ഫിനോയിഡ് ബോണിന്റെ മുകളിലായിട്ടിരിക്കുന്ന സംഭവമാണ് ഡയഫ്രാഗ്മ സെല്ല എന്ന് പറയുന്നത്. സോ ഈ പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് മിനിമം ഫാൽക്സ് സെറിബ്രൈ, ടെൻറ്റോറിയം സെറിബെല്ലൈ ആൻഡ് ഓൾസോ ഫാൽക്സ് സെറിബെല്ലൈ, ഇത് മൂന്നെണ്ണമെങ്കിലും കേട്ട് വെച്ചേക്കുക. ഇനി ഞാൻ പറയുന്നതിന്റെയും ജസ്റ്റ് പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രമേ. ആൻഡ് ഇങ്ങനെയും ചില പാർട്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചില സ്പേസസ് അല്ലെ, പാർട്ടീഷൻസ് ഒക്കെ വരുമ്പോഴും ചില സ്പേസസ് വരും, ചില എംപ്റ്റി സ്പേസസ് വരും. സോ അതിനെ നമ്മൾ വിളിക്കുക സൈനസസ് എന്നാണ്. സൈനസസ് ഓർ സൈനസ്. ആൻഡ് ഫാൽക്സ് സെറിബ്രൈ നമ്മൾ നേരത്തെ പടം കണ്ടു, ഇങ്ങനെയായിരുന്നു ആ ഫാൽക്സ് സെറിബ്രൈ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സൈനസ് രൂപപ്പെടുന്നുണ്ട്. ഈ സൈനസിനെ നമ്മൾ വിളിക്കുക സുപ്പീരിയർ, മുകളിലുള്ളത് സുപ്പീരിയർ സാജിറ്റൽ സൈനസ് എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫാൽക്സ് സെറിബ്രൈ മൂലമാണ്. ദെൻ വീണ്ടും പറഞ്ഞ കൂടിയുണ്ട് ഇൻഫീരിയർ സാജിറ്റൽ സൈനസ് ഉണ്ട്, ആൻഡ് ഓൾസോ സ്ട്രെയിറ്റ് സാജിറ്റൽ സൈനസ് ഉണ്ട്. സോ അങ്ങനെ 3 സൈനസ് അവിടെ ഉണ്ട്. ദെൻ ടെൻറ്റോറിയം സെറിബെല്ലയിലുള്ള സൈനസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്വേഴ്സ് സൈനസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പെട്രോസൽ സൈനസ്. സോ ട്രാൻസ്വേഴ്സ് സൈനസ് ആൻഡ് പെട്രോസൽ സൈനസ് ഉണ്ട്. ദെൻ ഫാൽക്സ് സെറിബെല്ലയിലെ സൈനസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് സൈനസ് ഓസിപിറ്റൽ സൈനസ് ആണ്. ദെൻ ഡയഫ്രാഗ്മ സെല്ലയിൽ സൈനസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്റർ കാവർണസ് സൈനസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ക്രേനിയൽ ഡ്യൂറാമാറ്റിലെ 2 ലെയറുകൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ സ്പാനൽ മെനിഞ്ചസിലും ഇങ്ങനെയാണെന്ന് വെച്ചാൽ സ്പാനൽ മെനിഞ്ചസിലുള്ള ഡ്യൂറാമാറ്ററിൽ ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഈ 2 ലെയർ ആയിട്ടില്ല, അവിടെ ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. അതാണ് സ്പൈനൽ മെനിഞ്ചസും ക്രേനിയൽ മെനിഞ്ചസിലും ഡ്യൂറാമാറ്ററിൽ ഉള്ള വ്യത്യാസം. ഇൻ ഡ്യൂറാമാറ്റർ ബ്രെയിനിലാണെങ്കിൽ 2 ഉണ്ട്, സ്പൈനൽ കോഡിലാണെങ്കിൽ ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ടാമത്തെ ലെയർ, നടുവിലുള്ള ലെയറിനെ നമ്മൾ പേര് വിളിച്ചത് അരാക്നോയിഡ് എന്നാണ്. അരാക്നോയിഡ് മാറ്റർ ആണ്. അരാക്നോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ് വെബ് എന്നാണ് അർത്ഥം. കോബ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കാലി വല പോലെ. സോ ഇതൊരു ട്രാൻസ്പാരന്റ് ആണ്. ഈ സംഭവമാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇൻക്ലൂഡ്, ഇത് നമ്മൾ പിന്നീട് പറയും അതിനെക്കുറിച്ച് ആ ഭാഗം. ആൻഡ് ട്രാൻസ്പാരന്റ് ആണ്. ആൻഡ് ഓൾസോ ദിസ് ഈസ് എ വാസ്കുലാർ കൂടിയാണ്. ബ്ലഡ് വെസൽസ് ഒന്നും അതിനകത്തില്ല. അതിന്റെ അടിയിൽ ഇതാണ് ആ ലെയർ. അതിന്റെ അടിയിൽ ചിലപ്പോൾ ബ്ലഡ് വെസൽസ് കണ്ടേക്കാം, അത് ഞാൻ പിന്നീട് പറയാം. ആൻഡ് നമ്മുടെ ബ്രെയിൻ നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ സ്മൂത്ത് ആയിട്ടുള്ളതാ, ഇതാണ് ബ്രെയിൻ അല്ല. ഇതിന്റെ മുകളിലാണ് ഈ ലെയർ ഒക്കെ ഇരിക്കുന്നത്. ബ്രെയിൻ ഇങ്ങനെ താഴത്തേക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ വലിയ വലിയ ഫിഷേഴ്സ് ഉണ്ട്, സൾക്കൈ ഉണ്ട്. സോ വലുതിലൊക്കെ കയറുന്നു, അല്ലാണ്ട് ഈ ചെറുതിലൊന്നും അത് കയറുന്നില്ല, ജസ്റ്റ് മോളിൽ കൂടി അങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പൊ മോളിൽ നോക്കി കഴിഞ്ഞാൽ ലൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ടായിരിക്കും ഇതിരിക്കുക. ആൻഡ് ഈ ലെയറിന് ഈ
ദിസ് അരക്നോയിഡിന് ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, ഇതാണ് ഈ പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് അരക്നോയിഡ് വില്ലൈ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് ഇത് നമ്മൾ ഇപ്പൊ നേരത്തെ ഇതായിരുന്നു നമ്മൾ കണ്ട എന്തായിരുന്നു, ഡ്യൂറ മാറ്റർ ഉണ്ടാക്കിയ സൈനസസ് ആണ്. സോ സൈനസ് ഉണ്ടെന്ന് പറഞ്ഞു, ഡ്യൂറ മാറ്റർ സൈനസിനേക്ക് കയറി നിൽക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതിനകത്ത് CSF എന്നുള്ള ഫ്ലൂയിഡ് ഉണ്ട്. സോ ഇതിന് CSF ഇങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഈ അരക്നോയിഡ് വില്ലയുടെ പണി. മനുഷ്യനെ പ്രായമാവും തോറും ഈ അരക്നോയിഡ് വില്ല ഇങ്ങനെ വലുതായിട്ട് വരും. വലുതായിട്ട് വന്നിട്ട് അരക്നോയിഡ് ഗ്രാനുലേഷൻസ് എന്ന് പറയുന്ന സംഭവമായിട്ട് മാറും. മൂന്നാമത്തെ ലെയർ നമ്മൾ പറഞ്ഞത് പയ മാറ്റർ ആണ്. പയ മീൻസ് ലവിങ് എന്നാണ് അർത്ഥം. ലവിങ് മദർ. ലവിങ് മദർ എന്ന് പറയുമ്പോൾ പിള്ളേരെയൊക്കെ കെട്ടിപ്പിടിക്കുക അല്ലെ. അപ്പൊ ഇത് ബ്രെയിനെയാണ് കെട്ടിപ്പിടിക്കുക. ബ്രെയിനെ കെട്ടിപ്പിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാണ് ബ്രെയിനുമായിട്ട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുകയാണ്. ബ്രെയിൻ നമുക്കറിയാം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് അല്ലെ, ഡിപ്സ് ആൻഡ് ബംസ് ഉണ്ട്, സൾക്കായ് ഗൈറയൊക്കെ ഉണ്ട്. സോ ഓരോ ബ്രെയിനിന്റെ സൾക്കയിലും ഗൈറയിലും എല്ലാം കയറി ഇറങ്ങി ചേർന്നിരിക്കുന്ന ബ്രെയിനോട് ഏറ്റവും അടുത്തൊട്ടിരിക്കുന്ന ലെയറാണ്. അപ്പൊ ഈ പച്ച കളറിലെ ലെയറാണ് നമ്മൾ ഈ പറയുന്ന പയ മാറ്റർ എന്ന് പറയും. ആൻഡ് ദിസ് പയ മാറ്റർ ഈസ് ആൻ ഇംപെർമിയബിൾ ലെയർ ആണൊന്നും കടത്തി വിടത്തില്ല. സെറിബെല്ലത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫോൾസ് ആയിട്ട് ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഇരിപ്പുണ്ടാവും. ആൻഡ് നെർവസ് ടിഷ്യൂവിന് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാനായിട്ട് പയ മാറ്ററിൽ വരുന്ന ബ്ലഡ് സപ്ലൈ ഇതിന് ഉപകരിക്കും. ആൻഡ് ഈ പയ മാറ്ററിന്റെ ഫോൾസ് അതിനകത്ത്, അത് ഇവിടെ ഞാൻ വരച്ചിട്ടില്ല, ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഉണ്ട്. ഇത് ചേർന്നുണ്ടാകുന്ന സംഭവത്തിനെ നമ്മൾ വിളിക്കുക ടിലാകോറോയിഡേ എന്നാണ്. ടിലാകോറോയിഡ്. ആൻഡ് ഇതിന്റെ ലൈനിങ്ങിൽ നമ്മൾ നേരത്തെ ന്യൂറോഗ്ലിയൽ സെൽസിലൊക്കെ പഠിച്ച ഒരു സെൽ ഉണ്ടായിരുന്നു. അതിന്റെ പേര് എപ്പൻഡൈമൽ സെൽസ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇത് ചേർന്നുണ്ടാവുന്നതാണ് കോറോയിഡ് പ്ലക്സസ്. സോ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് CSF വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഇവിടെ പയമാറ്ററുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്പൈനൽ കോഡിൽ പയമാറ്റർ ഉണ്ട്. പയമാറ്ററിന്റെ എക്സ്റ്റൻഷനെ നമ്മൾ ഡെന്റിക്കുലേറ്റ് ലിഗമെന്റ്സ് എന്നായിരിക്കും വിളിക്കുക. ഡെന്റിക്കുലേറ്റ്സ്. ഇത് നമുക്ക് സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ നമുക്കത് കാണാം. എങ്കിലും സ്പൈനൽ കോഡിലെ നടുവിലുള്ള ഡ്യൂറൽ ഷീത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ സ്പൈനൽ കോഡിലെ പയമാറ്റർ. സോ ഇതാണ് 3 ലെയർ. അപ്പൊ 3 ലെയർ നമ്മൾ പറഞ്ഞത് ഡ്യൂറ പറഞ്ഞു, അരാക്നോയിഡ് പറഞ്ഞു, ആൻഡ് ഓൾസോ പയ പറഞ്ഞു. ഈ 3 ലെയർ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറയാതെ വിട്ടുപോയത് എന്തായിരുന്നു? ഇതിനിടയിൽ കുറച്ച് സ്പേസസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ സ്പേസസിനെ കുറിച്ച് പറയണം. അപ്പൊ ഫസ്റ്റ് സ്പേസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്യൂറ മാറ്റർ. ഈ ഡ്യൂറ മാറ്ററിന്റെ മുകളിലുള്ള സ്പേസ് ആണ് ഔട്ടർ ഡ്യൂറ മാറ്ററിന്റെ സ്പേസ്. ഡ്യൂറ മാറ്ററിലുള്ള സ്പേസ് ആണ്. ആ സ്പേസ് നമ്മൾ വിളിക്കുക എപ്പി എന്ന് വെച്ചാൽ എബോവ്. എപ്പി ഡ്യൂറൽ സ്പേസ് ആണ് അവിടെ ഉള്ളത്. സോ ഡ്യൂറ മാറ്ററിന്റെ തൊട്ട് മുകളിൽ, ഇതാണ് ഡ്യൂറ മാറ്റർ എങ്കിൽ ഇതാ ഇവിടെ മുട്ടുമുകളിൽ. ദാറ്റ് മീൻസ് ബോണി ലെയർ ആയിട്ടുള്ള എൻഡോസ്റ്റൽ ലെയറിന്റെ അടിയിലും ഡ്യൂറ മാറ്ററിന്റെ ഏറ്റവും മുകളിലും ആയിട്ട് ഉള്ള ലെയറിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാഡ്യൂറൽ സ്പേസ് അങ്ങനെ പറഞ്ഞാലും സെയിം തന്നെയാണ്. പക്ഷെ ഫേമസ് ഇത് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. വേദനയില്ലാത്ത പ്രസവം, എപ്പിഡ്യൂറൽ അനാൾജസിയ അല്ലെ. അതൊക്കെ ഈ സ്പേസിലേക്കാണ് കൊടുക്കുക. എവിടെയാണ്? നട്ടലിലേക്കാണ് കൊടുക്കുക. സ്പൈനൽ കോഡിന്റെ എപ്പിഡ്യൂറൽ സ്പേസിലേക്ക് ഇഞ്ചക്ഷൻ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ റൂട്ടിലൂടെ മരുന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ സ്പേസ്, അത് നമ്മൾ പറയാ സബ്ഡ്യൂറൽ സ്പേസ് ആണ്. സബ്ഡ്യൂറൽ സ്പേസ് ആക്ച്വലി ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല. സബ്ഡ്യൂറൽ സ്പേസ് എന്ന് വെച്ചപ്പോൾ ഡ്യൂറ മാറ്ററിനും ദിസ് അരക്നോയിഡ് ആണെങ്കിൽ ഇതിനിടയിലുള്ള സ്പേസ് ആണ് നമ്മൾ സബ്ഡ്യൂറൽ. സോ ഇത് എപ്പോഴും ഉണ്ടാവുക വെച്ചാൽ പത്തോളജിക്കൽ കണ്ടീഷൻസിലാണ് ഈ സ്പേസ് ഉണ്ടാവുക. അപകടത്തിലും മറ്റും പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇഞ്ചുറി വന്നിട്ട് ഇങ്ങോട്ടേക്ക് ബ്ലീഡിങ് വരുമ്പോൾ ഒരു സ്പേസ് ആയിട്ട് വരുന്നതാണ്. സോ സബ്ഡ്യൂറൽ ഹെമറ്റോമ അല്ലെ, അതുണ്ടോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ സ്പേസ് ആണ് സബ് അരക്നോയിഡ് സ്പേസ്. സബ് അരക്നോയിഡ് സ്പേസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. അരക്നോയിഡ് മാറ്ററിന്റെ അപ്പൊ അടിയിൽ. സോ ഇതാണ് അരക്നോയിഡ് മാറ്റർ ആൻഡ് ദിസ് ഈസ് പയ മാറ്റർ. ദിസ് ഈസ് അരക്നോയിഡ്. സോ ഈ സ്പേസ്, ഈ ഇങ്ങനെ പോലെ സ്പോഞ്ച് പോലെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന സ്പേസ് ആണ് ദി സബ് അരക്നോയിഡ് സ്പേസ്. സോ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് CSF എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഫ്ലൂയിഡ്സ് ഫിൽഡ് സ്പേസ് ആണ്. മാത്രമല്ല അവിടെ ബ്ലഡ് വെസൽസ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ബ്ലഡ് വെസൽസും ഉണ്ട്. ആൻഡ് അരക്നോയിഡ് മാറ്ററിന്റെ ട്രബിക്കുലാർ ദിസ് മെഷ് വർക്ക് ഇങ്ങനെ ഇതിനെ കീറി മുറിച്ച് പോകുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള ഈ എന്താ പറയാ സ്പോഞ്ചി ലൈക്ക് അപ്പിയറൻസ് ഒക്കെ കാണുക. സോ ഇത് നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ചുറ്റി വരഞ്ഞാണ്ട് പോവുക. ഇതിപ്പോ മൊത്തം വരച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ബ്രെയിൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ ചുറ്റി വരഞ്ഞ് ഫുൾ എൻറ്റയർ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ചുറ്റി വരഞ്ഞ് പോകുന്ന ഒരു സ്പേസ് ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ CSF ഉണ്ട്. സ്പൈനൽ കോഡിൽ ഇത് താഴെ അറ്റം വരെ ഇല്ല. സ്പൈനൽ കോഡ് ഇപ്പൊ ഇവിടം വരെ ഉണ്ടെങ്കിൽ ഇത് സേക്രൽ 2 വരെയാണ്. സേക്രൽ വെർട്ടിബ്ര 2 വരെ ഉള്ളൂ. ബാക്കി ഭാഗത്തേക്ക് ഈ സംഭവം ഇല്ല. സോ ബ്രെയിനിൽ നമ്മൾ ബ്ലഡ് വെസൽസ് പഠിച്ചു. അപ്പോൾ നമ്മൾ സർക്കിൾ ഓഫ് വില്ലയൊക്കെ
പഠിപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ബ്ലഡ് പോകുന്ന ബ്ലഡ് വെസൽസ് എല്ലാം ഇതിനകത്ത് കൂടിയാണ് പോവുക, ഇൻ ദ സബ് അരക്നോയിഡ് സ്പേസിലൂടെയാണ് പോകുക. സോ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻറ്റ് സ്പേസസ്. അപ്പൊ നമുക്ക് ഇനി ഒരു സ്പേസ് കൂടി പറയാം. സാധാരണ നമ്മളത് പറയാറില്ല. അത് ഇവിടെ ഈ സംഭവവും പയാമാറ്ററിനും ബ്രെയിനും ഇടയിലുള്ള ഒരു സ്പേസ് ആണ്. അവിടെ കുറച്ച് ആർട്ടറീസ് ഒക്കെ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക പേരായിട്ടാണ് വിർച്ചോ റോബിൻ സ്പേസ് എന്നാണ്. ഇതൊന്നും അത്ര ഫേമസ് ഒന്നുമല്ല, എങ്കിലും പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ സബ്ഡ്യൂറൽ സ്പേസ്, സബ് അരക്നോയിഡ് സ്പേസ് ആൻഡ് എപ്പിഡ്യൂറൽ സ്പേസ് ആണ് പ്രധാനപ്പെട്ട സ്പേസസ്. ഇനി സബ് അരക്നോയിഡ് സ്പേസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമ്മുടെ ബ്രെയിനിന്റെ ബേസിൽ, ഇതാണ് ബ്രെയിനിന്റെ ബേസ് ഭാഗം, മെഡുല്ല, പോൺസ്, അതിന് മുകളിൽ മിഡ് ബ്രെയിൻ ഒക്കെ ഇരിക്കുന്ന ഭാഗം. ഇവിടെ സബ് അരക്നോയിഡ് സ്പേസുകൾ, സബ് അരക്നോയിഡ് സ്പേസുകൾ കൂടി ചേർന്നിട്ട് അവ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഒരു ഇന്റർ കമ്മ്യൂണിക്കേറ്റിംഗ് പൂൾസ് ഉണ്ടാവുന്നുണ്ട്, റിസർവേഴ്സ് ഒക്കെ പോലെ. സോ ഇതിനെ നമ്മൾ വിളിക്കുക സിസ്റ്റേൺസ് എന്നാണ്. സിസ്റ്റേൺസ് ഒരെണ്ണാണെങ്കിൽ സിസ്റ്റേണ എന്ന് നമ്മൾ വിളിക്കും. മെഡുല്ലയിലുള്ള പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം മെഡുല്ലയിൽ വൈറ്റൽ സെന്റേഴ്സ്, ധാരാളം വൈറ്റൽ സെന്റേഴ്സ് ഉണ്ട്. സോ അതിനൊക്കെ ഒരു CSFന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് കൊടുക്കലാണ് ഈ സിസ്റ്റേൺസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ശരീരത്തിൽ അങ്ങനെ ബ്രെയിനിൽ 6 സിസ്റ്റേൺസ് ഉണ്ട്. 3 പ്രധാനം. ഒരെണ്ണം സിസ്റ്റേണ മാഗ്നയാണ്. സിസ്റ്റേണ മാഗ്ന എന്ന് വെച്ചാൽ സെറിബ്രോ മെഡുലറി സിസ്റ്റേൺ ആണ്, ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ദെൻ സിസ്റ്റേണ പോണ്ടിസ് ഉണ്ട്. സിസ്റ്റേണ പോണ്ടിസ് എന്ന് പറയുമ്പോൾ തന്നെ പോൺസിലുള്ളതായിരിക്കും. ദെൻ ഇന്റർ പെഡങ്കുലാർ സിസ്റ്റേണ ഉണ്ട്, ടെമ്പറൽ ലോബ് സൈഡിലായിട്ട് ഇന്റർ പെഡങ്കുലാർ സിസ്റ്റേണ ഉണ്ട്. ദെൻ പിന്നെയുള്ള സിസ്റ്റേണ എന്ന് വെച്ചാൽ ലാറ്ററൽ സൾക്കസ്, അങ്ങനെ ഒരു സിസ്റ്റേണ ഉണ്ട്. ദെൻ ഗ്രേറ്റ് വെർട്ടിബ്രൽ വെയിൻ, അവിടെ സിസ്റ്റേണ ആംബിയൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ദെൻ ലംബാർ സിസ്റ്റേൺസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ സിസ്റ്റേൺസ് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ജസ്റ്റ് കേട്ടിരിക്കേണ്ട സിസ്റ്റേണ മാഗ്നം നമ്മൾ പലപ്പോഴും കേൾക്കും. ദെൻ ലംബാർ സിസ്റ്റേൺ നമ്മൾ CSF പഠിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരും. ഇനി ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് മെനിഞ്ചസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്നുകൂടി നമ്മൾ ഓർത്ത് വെച്ചേക്കാം. മെനിഞ്ചൈറ്റിസ് മിക്കവാറും അത് 2ാമത്തെ 3ാമത്തെ ലെയർ, ദാറ്റ് മീൻസ് അരക്നോയിഡിനെയും പയാമാറ്ററിനെയും ലെപ്റ്റോമെനിഞ്ചസിനെ ബാധിക്കുന്നതായിരിക്കും ദിസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മെനിഞ്ചസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് CSF ഉണ്ട്, വെൻട്രിക്കിൾസ് ഓഫ് ദി ബ്രെയിൻ ഒക്കെ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.